നീയൊക്കെ മനുഷ്യരാണോടാ? മനുഷ്യരാണോ നീയൊക്കെ? അടൂര് ബൈപ്പാസിലും അതേപോലെ അടൂര് ഹോട്ടലുകളിലെല്ലാം മിന്നൽ പരിശോധന നടത്തി കുറേ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങളൊക്കെ പിടിക്കപ്പെട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് അടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കാം, നീയൊക്കെ ഇതുകൊണ്ടൊക്കെ എങ്ങനെയാടാ ഗതി പിടിക്കുന്നത്? മനുഷ്യര് തന്നെ മനുഷ്യർക്ക് പഴകിയ ആഹാരം കൊടുക്കുക, വൃത്തിഹീനമായിട്ടുള്ള രീതിയിലുള്ള ആഹാരം കൊടുക്കുക. നിന്നെയൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ കുടുംബവും മക്കളും ഒക്കെ ആയിട്ട് വന്ന് നിന്റെ സാഹചര്യത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും നിന്റെയൊക്കെ ഹോട്ടലിൽ വന്ന് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റാതെ വന്നിട്ട്. അതേപോലെ യാത്രയൊക്കെ ബൈപ്പാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബൈപ്പാസിൽ ഒരുപാട് പേര് യാത്രയൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡ് കുഞ്ഞുങ്ങളും മക്കളായിട്ട് ഒക്കെ ഒത്തിരി പേര് കഴിക്കുന്നുണ്ട്. അവർക്ക് നിന്നെയൊക്കെ വിശ്വസിച്ചില്ലേടാ? നീയൊക്കെ വിഷം കൊടുക്കുക, അല്ലെങ്കിൽ പഴകിയ ആഹാരം കൊടുത്ത് മനുഷ്യന് ഫുഡ് പോയിസൺ അടിപ്പിക്കുന്നൊക്കെ രീതിയുണ്ടോ? എടാ, നീയൊക്കെ നിന്റെയൊക്കെ ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിന്റെയൊക്കെ കുടുംബത്തിൽ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് കൊണ്ട് കൊടുക്കുവോ? കൊടുക്കത്തില്ല. അതേപോലെ മനുഷ്യരില്ലേടാ അവിടെ വന്ന് കൊച്ചു പിള്ളേരടക്കം ഇല്ലേടാ നിന്റെയൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിയുന്നത്? നീയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നീയൊക്കെ ഗതി പിടിക്കുവാടാ. ഈ പൈസ ഞങ്ങളെ പോലുള്ള മനുഷ്യർ തരുന്ന പൈസ കൊണ്ടല്ലേടാ നീ നിന്റെ കുടുംബം നോക്കുന്നത്? നീ അങ്ങനെയല്ലേ നീയൊക്കെ ഉയരുന്നത്? എന്തിനാടാ ഇങ്ങനെയൊക്കെ ദ്രോഹം കാണിച്ച് ഇങ്ങനെയൊക്കെ മനുഷ്യരെ എന്താ അസുഖത്തിലുമാക്കി മനുഷ്യരുടെ ആരോഗ്യം മോശത്തിലാക്കി നീയൊക്കെ ഉണ്ടാക്കുന്നത്? ഒരു കാലത്തും അതൊന്നും ഗതി പിടിക്കത്തില്ലടാ. നീയൊന്നും ചുമ്മാന്നല്ലോ തരുന്നത്. ഞങ്ങളൊക്കെ പൈസ വന്നിട്ടല്ലേ നീയൊക്കെ ആഹാരം ഞങ്ങൾക്ക് തരുന്നത്. ആ തരുന്ന ആഹാരത്തിന് കുറച്ച് മര്യാദ കാണിക്കുക. ആഹാരം തരുന്ന കുറച്ച് വൃത്തിയായിട്ട് തരിക. കുറെ നല്ല നല്ല ഹോട്ടലുകാർക്കും കൂടെ നിന്നെ പോലുള്ള ഒരു ചീത്തപ്പേര. ഈ പറയുന്ന ഹോട്ടലിൽ നിന്നൊക്കെ ഞാനും മേടിച്ചും കഴിച്ചിട്ടുണ്ട്, വൃത്തിയാന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ വീഡിയോ സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ സംസാരിക്കുന്നത്.